നമസ്കാരം, ഞാൻ KK ജയമ്മ, ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ. കേരള സർക്കാരിൻ്റെ 100 ദിന ക്ഷയരോഗ നിവാരണ യജ്ഞത്തിൽ ഞാനും പങ്കാളിയാവുകയാണ്. അതെ, നമുക്ക് ക്ഷയരോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാം. പ്രതിബദ്ധത, നിക്ഷേപം, ആദപ്പടി സേവനം. കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 100 ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ ജനറൽ ഹോസ്പിറ്റലിന്റെ വകയായിട്ട് ഈ ഒരു നിർമ്മാർജ്ജന യജ്ഞം വളരെ കാര്യക്ഷമമായി നടത്തിയിട്ടുണ്ട്. ഇതിന് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മാത്രം പൂർണ്ണമായ സപ്പോർട്ടുകളും ആശംസകളും ഈ അവസ്ഥ ഉപയോഗിക്കുന്നു. ഈ പരിപാടിയിൽ എല്ലാവരും ഒരുമിച്ച് പങ്കാളികളായി നമുക്ക് ക്ഷയരോഗത്തെ ജില്ലയിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുവിക്കാനുള്ള പ്രയത്നമാണ് നടക്കുന്നത്. എല്ലാ ആശംസകളും. 2025 മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. കേരള സർക്കാരും സംസ്ഥാന ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തുന്ന 100 ദിന ക്ഷയരോഗ നിവാരണ കർമ്മ പരിപാടി നടന്നു വരികയാണ്. ക്ഷയരോഗത്തെ തുറച്ചു നീക്കുവാനുള്ള ഈ സംരംഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാവാം. യെസ്, വി ക്യാൻ എൻഡ് ടീം. ക്ഷയരോഗ ദിനമാണ്. നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് തന്നെ ഗോൾ 3 പ്രകാരം 2030 ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. എങ്കിലും സംസ്ഥാന സർക്കാർ 2025 ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള യജ്ഞത്തിലാണ്. അതിന്റെ ഭാഗമായുള്ള 100 ദിന ക്യാമ്പയിന്റെ സമാപനമാണ് ഈ മാർച്ച് 24 നടക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി നമുക്ക് വേണ്ടത് 80% പുതിയ കേസുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ 90% കേസുകൾ ക്ഷയരോഗം മൂലമുള്ള മരണം ഇല്ലാതാക്കുക എന്നുള്ളതും സൗജന്യ ചികിത്സ എല്ലാവരിലും എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗവിമുക്തമായ ഇത് നല്ല ഭാരതത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. വരൂ കൂട്ടരെ. ക്ഷയരോഗം ആർക്കും വരാം. ലക്ഷണങ്ങൾ തിരിച്ചറിയുക. ലക്ഷണമുള്ളവർ പരിശോധനകൾ കൃത്യമായ സമയത്ത് നടത്തി രോഗം ഇല്ലെന്ന് ഉറപ്പാക്കുക. രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കുക. ചികിത്സ പൂർണ്ണമായും സൗജന്യമായി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. എന്തൊക്കെയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ? 2 ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ചുമ, ചുമച്ചു തുപ്പുന്ന കഫത്തിൽ രക്തമയം കാണപ്പെടുക, ചുമയ്ക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, രാത്രികാലങ്ങൾ ഉണ്ടാകുന്ന വിറയലോടുകൂടിയ പനി, ശരീരഭാരം അമിതമായി കുറയുക എന്നീ രോഗലക്ഷണങ്ങൾ കാണുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് പുകവലി ശീലമാക്കിയവർക്ക് അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് വേണ്ടത്ര പരിശോധനകൾ ചെയ്ത് ക്ഷയരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ക്ഷയരോഗ ചികിത്സ സർക്കാർ സ്ഥാപനങ്ങളിൽ തികച്ചും സൗജന്യമാണ്. ഈ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ? മടിക്കേണ്ട, കഫം പരിശോധിച്ച് ക്ഷയരോഗമില്ലെന്ന് ഉറപ്പാക്കൂ. ക്ഷയരോഗം തിരിച്ചറിയാനുള്ള കഫ പരിശോധന, ചികിത്സ എന്നിവ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണ്. ആരംഭഘട്ടത്തിൽ തന്നെ ക്ഷയരോഗം നിർണ്ണയിക്കുകയും 6 മാസത്തെ സമ്പൂർണ്ണ ചികിത്സ കൃത്യമായി എടുക്കുകയും ചെയ്താൽ ക്ഷയരോഗം പൂർണ്ണമായും ഭേദമാക്കാം. തലച്ചോറിനെയും എല്ലുകളെയും ബാധിക്കുന്ന ക്ഷയരോഗത്തിന് 1 വർഷത്തെ ചികിത്സ വേണ്ടിവരും. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ, HIV അണുബാധയുള്ളവർ, അവയവമാറ്റം കഴിഞ്ഞവർ, മദ്യം, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഇവരാരും ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അതിഥി തൊഴിലാളികൾ, കൂടുതൽ പേർ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യങ്ങളിൽ കഴിയുന്നവർ, മരുന്നുകൾ കഴിക്കുന്നവർ, കോവിഡ് അനന്തര ബുദ്ധിമുട്ടുള്ളവർ, ശരീരഭാരം BMI 18.5 താഴെയുള്ളവർ, വൃക്കരോഗങ്ങളും കരൾ രോഗങ്ങളും ഉള്ളവർ, ദീർഘകാല ശ്വാസകോശ രോഗങ്ങളുള്ളവർ. ഈ പറഞ്ഞവരൊക്കെ ക്ഷയരോഗത്തിന്റെ റിസ്ക് പരിധിയിൽ വരുന്നവരാണ്. ആയതിനാൽ എത്രയും വേഗം തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പരിശോധന നടത്തി രോഗമില്ല എന്ന് ഉറപ്പാക്കും. ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം തടയാൻ മാസ്ക് ധരിക്കുക. പൊതുയിടങ്ങളിൽ തുപ്പാതിരിക്കുക. അലക്ഷ്യമായി തുമ്മുകയും മൂക്ക് ചീറ്റുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ പുറത്തു വരുന്ന സ്രവങ്ങളിലും തുള്ളികളിലും രോഗാണുക്കൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും മറയ്ക്കുക.
കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മുതിർന്നവരിൽ 2 ആഴ്ച കൂടുതലുള്ള ചുമ TBയുടെ ലക്ഷണമാകാവുന്നതുപോലെ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, ശരീരത്തിന് ഭാരം പ്രായത്തിനനുസരിച്ച് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ള ഭാരം കുറച്ച് ദിവസങ്ങൾക്കകം ക്രമാതീതമായി കുറയുക, ഇവയെല്ലാം TBയുടെ ലക്ഷണങ്ങളാകാം. കൃത്യമായ രക്തപരിശോധന, ശ്വാസകോശത്തിന്റെ എക്സ്റേ, അതുപോലെ തന്നെ കഫത്തിന്റെ പരിശോധന എന്നിവയെല്ലാം കുട്ടികളിൽ TB നിർണ്ണയിക്കാൻ സഹായകമാകും. പ്രിയപ്പെട്ടവരെ, ക്ഷയരോഗത്തെ നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് നമ്മളെല്ലാവരും. ആലപ്പുഴ ജനറൽ ആശുപത്രി ഒരുക്കിയ ഈ ബോധവൽക്കരണ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഒരുക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി.